എല്ലാം വളരെ വേഗത്തിൽ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സുപ്രീം കോടതി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ എല്ലാം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കാം. മാത്രവുമല്ല, വിചാരണയ്ക്കുള്ള തീയതികളും മറുവിചാരണയ്ക്കുള്ള തീയതികളും എല്ലാം തന്നെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം 9 അംഗ ഭരണഘടനാ ബെഞ്ചിനെക്കുറിച്ചും സുപ്രീം കോടതി തീരുമാനത്തിലെത്താൻ പോവുകയാണ്. ഇനി കാര്യങ്ങൾ പഴയതുപോലെ ആകണമെന്നില്ല. എല്ലാവരും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയേണ്ടി വരും. സംസ്ഥാന സർക്കാരിന് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള തീയതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവർ വിശദീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുമുണ്ട്. നേരത്തെ നൽകിയ അഫിഡവിറ്റ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ പുതുതായി നൽകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏതു തരത്തിലായിരിക്കും, അതല്ലെങ്കിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അത്തരത്തിൽ ഒരു അഫിഡവിറ്റ് പുതുതായി നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ചയായി മാറാൻ പോവുകയാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഏപ്രിൽ മാസത്തിൽ ഈ വിചാരണയും മറുവിചാരണയും എല്ലാം ഈ സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയായിരിക്കും CPIM കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മാത്രവുമല്ല, എന്തും വിളിച്ചു പറയാൻ തയ്യാറായിരിക്കുന്ന കോൺഗ്രസ്, അവർക്ക് ഇനി വേണ്ടത് സംസ്ഥാനത്ത് കഴിഞ്ഞ 2 പ്രാവശ്യമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭരണം വീണ്ടെടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തോടു കൂടി തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഏതു തരത്തിലുള്ള നീക്കവും അവർ നടത്തും. പ്രത്യേകിച്ചും സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ സാമുദായിക സംഘടനകൾ തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും NSSൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു, സർക്കാർ ഉചിതമായ ഒരു നടപടി സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. SNDPയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാര്യങ്ങൾ കൃത്യമായി പരിഗണിക്കപ്പെടും. സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിന് പരമ്പരാഗതമായ ഒരു ആചാരമുണ്ട്. ആ ആചാരത്തിന് വിരുദ്ധമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്ന പ്രതീക്ഷ SNDPയും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. BJP പറഞ്ഞതാകട്ടെ സർക്കാർ യൂട്ടേൺ അടിക്കുന്ന സർക്കാരാണ് എന്ന്. കാരണം നേരത്തെ ഒരു അഫിഡവിറ്റ് കൊടുത്തപ്പോഴേക്കും അത് സ്ത്രീ പ്രവേശനത്തിന് വിരുദ്ധമായിരുന്നു എന്നാണ് BJP പറയുന്നത്. ഇതുതന്നെയാണ് കോൺഗ്രസും ആവർത്തിക്കുന്നത്. ഒരു അഴകുഴപ്പൻ നയം സ്വീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും സംസ്ഥാന മന്ത്രി P. രാജീവ് ഇത് വിശദീകരിക്കാൻ തയ്യാറായി. മാധ്യമങ്ങളെ കണ്ടു, കൃത്യമായി നിലപാട് വ്യക്തമാക്കി. നേരത്തെ നൽകിയ അഫിഡവിറ്റിനകത്ത് കൃത്യമായി ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകണം. അതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരുണ്ടാകണം, വിശ്വാസികളുണ്ടാകണം. ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതെന്നാണ് മന്ത്രി P. രാജീവ് വ്യക്തമാക്കിയത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴും സംസ്ഥാന സർക്കാർ വ്യക്തമായ ഒരു നയ രൂപീകരണം നടത്തുകയോ അല്ലെങ്കിൽ നയം വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. സ്ത്രീ പ്രവേശനത്തിന് എതിരാണെന്നോ അല്ലെങ്കിൽ അനുകൂലമാണെന്നോ പറയാൻ തയ്യാറുമല്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടിൽ ഉറച്ചു നിന്നേ മതിയാവുകയുള്ളൂ. കാരണം തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തുവാൻ ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാരോ CPIMO തയ്യാറാവുകയില്ല. അതുതന്നെയാണ് അവരുടെ നേതാക്കന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. കാരണം മന്ത്രി P. രാജീവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സമയം വൈകിപ്പോയിട്ടില്ല, സമയം ഇനിയുമുണ്ട്, കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ മന്ത്രി P. രാജീവ് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം എങ്ങും തട്ടാതെയുള്ള അല്ലെങ്കിൽ എങ്ങും തൊടാതെയുള്ള ഒരു മറുപടിയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കപ്പെടും, അല്ലെങ്കിൽ ഒരിക്കൽ പോലും വിരുദ്ധ നിലപാടുകൾ സംസ്ഥാന സർക്കാർ എടുക്കില്ല എന്നൊക്കെ തരത്തിൽ അദ്ദേഹവും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടതാണ് എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും CPIMനെ സംബന്ധിച്ചിടത്തോളം. കാരണം പാർട്ടിക്ക് കേരളത്തിലെ നിലപാട്, അല്ലെങ്കിൽ പാർട്ടിക്കൊരു നിലപാടുണ്ടായിരുന്നു. കാരണം നവോത്ഥാനത്തിൻ്റെ പേരിൽ മതിൽ കെട്ടിയതും അതിൻ്റെ പേരിൽ സാമുദായിക സംഘടനകൾ ഉൾപ്പെടെയുള്ളവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തിയതുമൊക്കെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെ ആ
ആ പ്രത്യേക സമയത്തിന് ശേഷം എല്ലാം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ഇതിനെക്കുറിച്ച് ഓർക്കാൻ പോലും ഇപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ ഇതൊക്കെ ഉയർന്നു വരുമോ, അല്ലെങ്കിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുമോ എന്നൊക്കെ നമുക്ക് പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും വരും ദിവസങ്ങൾ വലിയ തരത്തിലെ ചർച്ചയിലേക്ക് പോകും. പ്രത്യേകിച്ചും BJPയും കോൺഗ്രസുമൊക്കെ അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും സ്ത്രീ പ്രവേശനം അതിന് പരമ്പരാഗത ആചാരപ്രകാരമായുള്ള തരത്തിൽ തന്നെയായിരിക്കണം സ്ത്രീ പ്രവേശനം എന്ന തരത്തിലേക്ക് കോൺഗ്രസും ഒപ്പം തന്നെ BJPയും അവരുടെ നിലപാടിൽ ഉറച്ചെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് CPIM ആണ്. അവർ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നിലപാടിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ തന്നെയാണ് സാമുദായിക സംഘടനകളും പങ്കുവയ്ക്കുന്നത്. NSSും SNDPയും ഒക്കെ തന്നെ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു നിലപാടെടുക്കും അല്ലെങ്കിൽ ഒരു നിലപാടിൽ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സമീപ ദിവസങ്ങളിലൊക്കെ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ NSSും SNDPയും സർക്കാരുമായി അടുത്തു നിൽക്കുകയും കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ഇടതു സർക്കാർ ചെയ്തു എന്നൊക്കെ NSS പറയുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അവരിൽ വലിയ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ സർക്കാരിൽ വലിയ പ്രതീക്ഷയാണ് NSSനും SNDPക്കും ഉള്ളത്. അപ്പോൾ ഈ സാമുദായിക സംഘടനകളെയൊക്കെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ ഒരു നയം ഒരു പക്ഷേ സംസ്ഥാന സർക്കാരും CPIMും സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.